സ്നേഹമുള്ള വൈദികരെ, സന്യസ്തരെ, സമരസമിതി അംഗങ്ങളെ, ഇന്നത്തെ ഈ ദിവസം നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ സമരമുഖത്തായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞങ്ങൾ സിജി പറഞ്ഞതുപോലെ CTC സഭാംഗങ്ങളാണ്. അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഞാൻ ഈ മണ്ണിന്റെ മകളാണ്. ഈ മണ്ണിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും പഠിച്ചതും. ഈ പള്ളിയിലാണ് ഞാൻ പ്രാർത്ഥിച്ച് വളർന്ന് ഒരു സന്യാസിനിയാകാൻ തീരുമാനിച്ചതും. അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം കടന്നുപോയപ്പോൾ ഒരു ദിവസം എന്റെ സഹോദരങ്ങൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ ഭൂമിക്ക് എന്തോ പ്രശ്നങ്ങളുണ്ട്, തർക്കമുണ്ട്. അതൊന്നും ഞാൻ വളരെ സീരിയസ് ആയിട്ട് എടുത്തില്ല ആ കാലത്ത്, 2-3 വർഷത്തിന് മുൻപ്. കാരണം എനിക്കറിയാം, ഞാൻ ജീവിക്കുന്നത് സ്വതന്ത്ര മതേതര ജനാധിപത്യ ഭാരതത്തിലാണ്, 21ാം നൂറ്റാണ്ടിലാണ്. മാനുഷിക മൂല്യങ്ങൾക്കും മാനുഷികതയ്ക്കും മനുഷ്യന്റെ അവകാശങ്ങൾക്കും എല്ലാം വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ജീവിക്കുന്നതെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ഭയപ്പെട്ടില്ല. എന്നാൽ കാലക്രമേണ എനിക്ക് മനസ്സിലായി, എന്റെ വിശ്വാസം, അതായത് ഇത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഇതിന്റെ ഈ പ്രശ്നം ഗുരുതരമായിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. നമുക്കറിയാം, 2 വർഷത്തോളം കോവിഡ് എന്ന വൈറസ് നമ്മുടെ ലോകത്തെ മുഴുവനും നമ്മളെല്ലാവരെയും വ്യാപിച്ച് നമുക്ക് ഒരുപാട് കഷ്ടതകൾ വരുത്തിയെന്ന് നമുക്കറിയാം. അതിനുശേഷം അതിന്റെ ആ കഷ്ടതകളിൽ നിന്ന് നാം ഒരു കണക്കിന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ വഖഫ് എന്ന മഹാവൈറസ് നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നാനായിട്ട് തുടങ്ങിയത്. ഇന്ന് ഏകദേശം 3 വർഷമായി അതിന്റെ താണ്ഡവം അത് ആടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും കഷ്ടതയിലാണ്. നമുക്കറിയാം, നമ്മുടെ ലോകത്ത്, നമ്മുടെ രാജ്യത്ത് ഒരുപാട് അപരിഷ്കൃതമായ, സംസ്കാരമില്ലാത്ത, ഒരുപാട് കിരാതമായ നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സതി എന്ന സമ്പ്രദായം, ശൈശവ വിവാഹം, നമുക്കറിയാം. ഭർത്താവ് മരിച്ച സ്ത്രീകൾക്ക് പുനർവിവാഹം നിഷേധിച്ചിരുന്നു. അങ്ങനെയുള്ള കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നു. എന്തിനേറെ, ഈ അടിമത്തം പോലും നമ്മുടെ ലോകത്ത് നിലനിന്നിരുന്നു. കാലങ്ങൾക്ക് ശേഷം ലോകം പരിഷ്കൃതമായപ്പോൾ ഇതിലെല്ലാം ഭേദഗതി വരുത്തി പരിഷ്കരിച്ച് പരിഷ്കൃത സംസ്കാരത്തിന് അനുയോജ്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി. എന്നാൽ വഖഫ് എന്ന ഈ ഒരു നിയമം മാത്രം എത്ര കാലം കഴിഞ്ഞാലും മാറില്ല എന്ന ശാഠ്യത്തിലാണ്. നമുക്ക് നമ്മുടെ സ്വത്തിനും നമ്മുടെ രാജ്യത്തിനും നമ്മുടെ ജീവനുമെല്ലാം സംരക്ഷണം നൽകേണ്ട ഭരണാധികാരികളും അതുപോലെ തന്നെ സർക്കാരും ഇതിന്റെ നേരെ കണ്ണടച്ചുള്ള നിസ്സംഗത മനോഭാവം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് കാരണം 2 വോട്ട് എവിടെ കൂടുതൽ കിട്ടുന്നുവോ അവിടെയാണ് അവരുടെ ശ്രദ്ധ മുഴുവനും. കുറെ കാലമായി നാം ഈ കഷ്ടതകൾ അനുഭവിക്കുന്നു. ഇവിടെ ഇരിക്കുന്നവർ, ഇവരുടെ അവസ്ഥ വളരെ ദാരുണമാണ്. ഈ കടലോരത്ത് ജീവിക്കുന്ന മനുഷ്യർ മത്സ്യബന്ധന തൊഴിലാളികളാണ്, നമുക്കറിയാം. ഒരു ദിവസം ജോലിക്ക് പോയാൽ അന്ന് അവരുടെ കുടുംബം പട്ടിണിയില്ലാതെ മുന്നോട്ട് പോകും. ഇന്നിവിടെ ഇവരെ ഇരിക്കുമ്പോൾ ഇവരുടെ കുടുംബങ്ങൾ പട്ടിണിയിലാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് മാസപ്പടി തരാനൊന്നും ആരുമില്ല. ഒരു സഹോദരൻ എന്നോട് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന് കിഡ്നി സ്റ്റോൺ ആണ്. ഈ കിഡ്നി സ്റ്റോൺ ഉള്ള വ്യക്തി, ആ സഹോദരൻ ഇവിടെ വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കുടിക്കാതെ പോലും ഇരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താവുമെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ രോഗാവസ്ഥ വളരെ മോശമായി. ഇങ്ങനെ രോഗാവസ്ഥ ബാധിച്ചാലും നമുക്ക് പഞ്ചനക്ഷത്ര ഹോസ്പിറ്റലുകളിൽ പോകാനുള്ള ഒരു സാധ്യതയുമില്ല. മറ്റു രാജ്യങ്ങളിൽ ശുശ്രൂഷയ്ക്ക് പോകാനായിട്ടുള്ള ഒരു സംവിധാനവുമില്ല. നമുക്ക് സർക്കാർ ആശുപത്രി തന്നെയാണ് ശരണം. അവിടെ പോവുക,
അവർ അവിടെ മരുന്നുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കും, ഇല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങണം. അതിനുള്ള സാമ്പത്തിക ഭദ്രത നമുക്കില്ല. അങ്ങനെ നമ്മൾ എല്ലാവരും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ വഖഫിനോടും ഈ ഭരണാധികാരികളോടും ഒന്നു മാത്രമേ പറയാനുള്ളൂ. ഞങ്ങളുടെ ദുഃഖം, ഞങ്ങളുടെ സങ്കടം ഈ കാണുന്ന കടലിന്റെ ആഴത്തോളമുണ്ട്. പക്ഷേ ഒന്നുകൂടി ഞാൻ കൂട്ടിച്ചേർക്കുന്നു, ഞങ്ങളുടെ നിശ്ചയദാർഢ്യം ഈ കടലോളം തന്നെ ആഴവും പരപ്പുമുള്ളതാണ്. ഈ പ്രശ്നത്തിന് നാൾവഴികളിലൂടെ ഞാൻ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവർക്കും അറിയാം, ഏത് കൊച്ചു കുഞ്ഞിനു പോലും അതിനെക്കുറിച്ച് കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുന്നതുവരെ ഞങ്ങൾ ഈ കടലോര നിവാസികൾ, ഈ മുനമ്പം നിവാസികൾ സമരത്തിലായിരിക്കും. അവരോടൊപ്പം ഒരുപാട് പേര് ഞങ്ങൾക്ക് പിന്തുണയുമായിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും പിന്തുണയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ ശാശ്വത പരിഹാരം ഉണ്ടാകുന്നതുവരെ സമരത്തിലായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് CTC സഭയുടെ പേരിലും മദർ ജനറലിന്റെ പേരിലും മദർ ഷഹിലയുടെ പേരിലും പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.